നമസ്കാരം കുട്ടികൾക്കും സുമാർ സാറാണ്. +1 ഇംപ്രൂവ്മെന്റ് റീവാലുവേഷൻ കുട്ടികളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യമാണ് ഇത് എപ്പോൾ വരും എന്നുള്ളത്. ഇതെപ്പോൾ വരുമെന്നൊരു ഒരാൾ ചോദിച്ചാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലും ഇപ്പോഴത്തെ രീതിയിൽ കൂടെ നോക്കുമ്പോൾ എന്തായാലും ഒരാഴ്ചയെങ്കിലും ഇനിയും ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. +1 ഇംപ്രൂവ്മെന്റ് റിവാലുവേഷൻ മാത്രമല്ല, +2 ഇപ്പൊ കഴിഞ്ഞവരുടെ റിവാലുവേഷനും ഉണ്ട്. ഇതെല്ലാം കൂടെ എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. അതിനനുസരിക്കുന്ന അവിടുത്തെ ജോലിക്കാർക്കൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും, അവരെയും കുറ്റം പറയാൻ പറ്റില്ല. എല്ലാം കൂടെ അവർക്ക് വലിയൊരു പ്രഷറായിട്ടുണ്ട്. +2വിന്റെ സർട്ടിഫിക്കറ്റിന്റെ കൂടെയുണ്ട്. അതൊക്കെ ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ വരുള്ളൂ. പിന്നെ ഇപ്പൊ +2വിലോട്ട് കയറിയവർക്കുള്ള +1ന്റെ റിവാലുവേഷൻ അവർ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നു. അപ്പൊ ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. എന്തായാലും +1 ഇംപ്രൂവ്മെന്റ് റിവാലുവേഷൻ ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. അത് വന്നിട്ടേ മറ്റുള്ളതെല്ലാം വരുള്ളൂ. അപ്പൊ ഇത് വളരെ ഒരു ഞാൻ പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ വലിയൊരു വിഷമം ഉണ്ട്. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ചില കുട്ടികൾ ഇപ്പൊ തോറ്റ ഒരാളായിരിക്കാം, റീവാലുവിൽ ചിലപ്പോൾ മാർക്ക് കൂടിയാൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് ചിലപ്പോൾ അടുത്തൊരു കോഴ്സിന് പോകാനുള്ള സാധ്യതയും കിട്ടുന്നതാണ്. പക്ഷേ ലേറ്റ് ആകുന്നതോറും അതിനുള്ള ആ സാധ്യത മങ്ങുന്നു, മീൻസ് അതും മുടങ്ങാനുള്ള സാധ്യതയും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു വിഷമം പിടിച്ച സംഭവമാണ്. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. കാരണം ഇതിനും ചെയ്യാനൊക്കെ ഒത്തിരി കുറേ പ്രോസസ്സ് ഉള്ളതുകൊണ്ടും കുറെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും ഇതൊക്കെ തീരാൻ എനിക്കൊന്ന് ഈ റീവാലുവേഷൻ ക്യാമ്പ് തന്നെ തീരാൻ ഇനി 3-4 ദിവസം കൂടി വേണ്ടിവരും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഫൈനൽ പ്രോസസ്സ് ആവാൻ എന്തായാലും ഒരാഴ്ചയെങ്കിലും പിടിക്കുമെന്നാണ് തോന്നുന്നത്. അതുവരെ കുട്ടികൾ എല്ലാവരും എന്താ വിഷമം ഉണ്ടെങ്കിലും എല്ലാം ഒന്ന് പിടിച്ചു നിൽക്കാനേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത ഉടൻ തന്നെ നിങ്ങൾ എത്തിച്ചിരിക്കും. എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവർക്കുണ്ട്. ഇപ്പൊ +2 പഠിക്കുന്നവരുടെ മീൻസ് അവരുടെ +1 റിവാലുവേഷനൊക്കെ അതും ഇതിനെ കൂടെ എന്തായാലും എടുക്കില്ലായിരിക്കും, എടുക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ഇച്ചിരി സാവകാശം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞിട്ടേ അവരുടെ എടുക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ പണി ഒത്തിരി കൂടുതലുണ്ട് എന്നർത്ഥം. ഒത്തിരി വർക്കുകളുണ്ട്. ഇതെല്ലാം സമയബന്ധിതമായിട്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ലാത്തത് കൊണ്ടാണ് ഇത് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലതായിട്ടുള്ള മാർഗ വ്യത്യാസം വന്ന് എല്ലാവരും ജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് നൈറ്റ്.